ബ്ലൈൻഡ് ടെസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ ബ്ലൈൻഡ് ടെസ്റ്റ്? ഇല്ല, ഞാൻ ഈ കളി ആദ്യമായിട്ടാ. നമ്മളെപ്പോഴും സീരിയസ് ആയി ഞങ്ങൾ കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഞങ്ങള് മുഴുവൻ വെള്ളമായിരിക്കും. ചിലപ്പം കണ്ണ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ചിലപ്പോ അത് കടിക്കാൻ ചാൻസ് ഉണ്ട്. പേടിയൊന്നും ഉണ്ടാവില്ല. ആരോടാ ചോദിക്കണം? ആള് മരിക്കാണ്ടിരുന്ന കുഴപ്പമില്ല, ബാക്കി നമ്മൾ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഞങ്ങൾ ചാപ്പാടതായിരിക്കുന്നത്. എന്ത് വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും. അതാണ് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ് അതാണ്. സോ നമ്മള് റെഡി അല്ലേ? പിന്നെ കണ്ണിട്ടാ? ഓക്കെ, റെഡി. ഐ ആം റെഡി. കെട്ടിക്കോ. ഓക്കെ. ഇവൻ നാട്ടിലെ ഈ ഉറിയടിക്ക കണ്ണു കെട്ടി കൊടുക്കണ ഭയങ്കര ആളാണ്. 1 മടക്ക് 2 മടക്ക് 3 മടക്ക് എത്ര മടക്ക്? 4 മടക്ക്. കാണുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തണം. കള്ളക്കളി കളിക്കില്ല. ഇല്ല, ഇത് കാണണമെന്നില്ല. അതെത്ര? 7. വെരി ഗുഡ്. 5. 5. ഇതോ 3. ഇതോ 2. എല്ലാ നമ്പറും പറയും. ഓക്കെ, ഡൺ ഡൺ ഡൺ. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഡൺ. അപ്പം ആദ്യത്തെ സാധനം എനിക്ക് പേടിച്ചിട്ട് ഞാൻ പിടിക്കണേ. പേടി എന്തെങ്കിലും ഉണ്ടോ? ഒന്നിനും പേടിയില്ലല്ലോ? ഇല്ലല്ലേ? പക്ഷെ എനിക്ക് പേടിയാവും. സൂക്ഷിക്കണം ചേട്ടാ. ഇക്ക വെച്ചിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിലാണ്. വെള്ളത്തില കടിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് നെട്ട് കളഞ്ഞ വഴുതിരിങ്ങല്ലേ? ഓഹോ, ആണോ രതീഷേട്ടാ? ആണോ? ചെറിയ സംശയമുണ്ട്. നെട്ട് കളഞ്ഞ അത് നെട്ട് കളഞ്ഞ വഴുതിരിങ്ങ. ഒരു കൃഷിക്കാരനോടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേതാണ് ചേട്ടാ. ഓക്കേടാ, വേഗം പറ. എന്താ ഇട്ടോളൂ? ഒന്നും കാണാനല്ലോ. ചേട്ടാ താഴോട്ടാണ്. ചേട്ടാ നോക്കണേ, ഞാൻ കുറച്ച് മാറിയിക്കാം. എനിക്ക് പേടിയാണോ? ഇതെന്തോ പ്ലാസ്റ്റിക് ആണല്ലോ. പാമ്പാ? അജീവല്ല സാധനം. നിങ്ങൾ ജീവനിലോട്ട് കളിക്കുന്നത് ചുമ്മാ. പാമ്പാണോ തോന്നുന്നു? പാമ്പന്നെ. അതന്നെ സാധനം അല്ലേ? പ്ലാസ്റ്റിക് അല്ലേ? ആണോ ചേട്ടാ? ഇതാ നിങ്ങൾ ജീവനുള്ളിട്ട് കളിയാ. ഇത് കളി രസമില്ലേട്ടാ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്രൈ ചെയ്താണ്. നെക്സ്റ്റ് പറയൂ. ഓക്കെ, നെക്സ്റ്റ് ആനയാണ് കേട്ടോ. ആന. ഓക്കെ ചേട്ടാ വെച്ചിട്ടുണ്ട്. റെഡിയാണോ? ഇത് പുറകിൽ നിൽക്കുന്ന സാധനത്തിന്റെ പൂ. വാഴപ്പൂ. നിസാരം. ഇതൊക്കെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കൊണ്ട് 10-250 ഐറ്റം ഉണ്ടാക്കിയതാ. അടുത്തത് പറഞ്ഞാമേ. ഒന്നുമില്ല. ഉണ്ടാ നിങ്ങൾ ഇത് പ്ലാസ്റ്റിക് കൊണ്ട് എത്ര കാലുകളുണ്ടെന്നൊക്കെ എണ്ണുക. 8 കാല് അല്ലേ? ഇനിണ്ടാ സാധനം ഉണ്ടാ? കഴിഞ്ഞ എന്തോടെ കഴിഞ്ഞ ഫൈനലല്ലേ? ആരാ കയ്യിലുണ്ടാ? കൊറോണ അല്ലേ? പണ്ട് കിട്ടാതാണ്. പണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആളുടെ ചോദിച്ചപ്പോഴേ ഇതെന്താ സാറിന് അറിയ ഇത് കൊറോണയല്ലേ സാറ് ചോദിച്ചു. കഴിഞ്ഞ മതി. കഴിഞ്ഞു. അയച്ചോട്ടോ. കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ശരിയാണല്ലേ? ഇത് കിട്ടി അറിയേണ്ടത് സാധനമില്ലേ? ഇതിൽ തൊടുമ്പോ അറിയണ്ട് ശരിക്കും. നമുക്ക് റബ്ബറാണ്. പിന്നെ നമ്മൾ ഈ കോമഡി വീഡിയോ ഒക്കെ കാണുന്നുണ്ടേ പെട്ടെന്ന് ഐഡന്റിഫൈ ഞാൻ അങ്ങനത്തെ വീഡിയോ കാണും. പിന്നെ ഇതില്ലേ വാഴപ്പൂ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വാഴപ്പൂ പ്രത്യേകിച്ച് 5-6 തവണ ഞാൻ
ഇതിന്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു അല്ലേ? നമ്മളൊരു പയ്യനടുത്ത് പറയണം വാഴന്റെ പൂ വേണം, വാഴന്റെ പൂ വേണം. പിന്നെ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഇവിടെ എപ്പോഴും ഉപയോഗിക്കണല്ലേ. അതൊന്നിനും കാണുന്നില്ല. നല്ല പൂ നമ്മളിവിടെ കറി വെക്കും, ഇത് കൊണ്ടുപോകണം ഞങ്ങൾ കറി വെക്കാം. അപ്പൊ കിട്ടിയത് എനിക്ക് മനസ്സിലായത് ഇത് വാഴപ്പൂല്ലേ. 6 ബോട്ടിൽസിൽ വെറൈറ്റി ജ്യൂസസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം, പക്ഷെ നോ ക്ലൂ. ഓക്കെ, സ്റ്റാർട്ട്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. കുടിച്ചു നോക്കട്ടെ. മധുരമൊന്നുമില്ല അല്ലേ? ഇല്ല. ഇത് എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്തോ ഒരു ടച്ച് ഉണ്ട്. പേരൊക്കെയാണോ അല്ലേ? പേരൊക്കെയാണോ? അല്ല. ശരി പോട്ടെ, വേറെന്താ സാധനമാണ്? അല്ല നെല്ലിക്കട്ടാ. ആണോ? ഉറപ്പിക്കാണോ? പേരക്ക, നെല്ലിക്ക ഉറപ്പിച്ച്? 2 തരം 3 തരം? ഓക്കെ. അല്ല, രുചി കുറച്ച് കഴിയുമ്പോ നെല്ലിക്കന്റെ രുചി ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ ഒരു മധുരം കേട്ടാ. പുളി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലാസ്റ്റ് ഇതൊക്കെ തന്നെയാണോന്ന്. ഇഷ്ടപ്പെട്ടു തോന്നുന്നു, കുറെ കുടിച്ചു. ടൊമാറ്റോ. ഓക്കേ. മധുരാണോ? ഇത് ഞാൻ അറിയാത്തൊരു രുചിയാണോ? ആണോ? ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തോ ഒരു വ്യത്യസ്തമായ രുചി. ഇഷ്ടപ്പെട്ടു സാധനം. കൊള്ളാതൊക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്തോ. എന്താ നോക്കട്ടാ, എന്താ പിടുത്തം കിട്ടില്ല കേട്ടാ. എന്തായാലും ഇഷ്ടപ്പെട്ടു സാധനം. സാധനം കൊള്ളാം, പക്ഷെ രുചി കിട്ടുന്നുണ്ട്. അടുത്ത് നോക്കാൻ തരാം കേട്ടോ. സൂപ്പർ. അതാ എക്സ്പ്രഷനത്തിൽ അറിയാലോ എന്താ സാധനം എന്നുള്ളത്. നല്ല പച്ചമുളക്, പാവക്ക. ഇപ്പൊ എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതില് സാധനം പാവക്ക ജ്യൂസ് ഞാൻ കുടിക്കാറില്ല കേട്ടാ. ആണോ? ഇത് മാത്രമാണ്. ഒന്നുകൂടെ വെച്ചോട്ടെ. എന്താ എന്റെ രുചി? ഒരു പിടുത്തില്ല. ശരി, അത് ഞാൻ തോറ്റു. രതീഷേട്ട് നോക്കുന്നത് പറഞ്ഞൊക്കെ കറക്റ്റ് ആണോന്ന്. ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഗസ് ചെയ്തത് നെല്ലിക്ക. കറക്റ്റ് ആണോ? അടുത്തത് ഞാൻ എന്തോ പറഞ്ഞല്ലോ, ക്യാമറ റോൾ ചെയ്തു. ഇനി തെറ്റരുത്, കാരണം ഇനി ടേസ്റ്റ് കിട്ടാൻ പാടാണ്. പുളിയാണ്. അടുത്തത് ടൊമാറ്റോ. അതിന്റെ അടുത്തത് ഇതെന്തോ പറഞ്ഞു, പച്ചമുളക്. ഇത് പാവയ്ക്ക. ഇതെന്താ? എന്താ ഒന്ന് നോക്കൂ, അതെന്താന്ന്. ഇളനീരാണോ? ഇത് സംഗതി എന്നെ പറ്റിച്ചത്. പഴയ ഇളനീരാണോ? ഇത് ഇളനീരിന്റെ രുചി മാറി. ഫ്രഷ് കിട്ടിയാലേ എനിക്കറിയുള്ളൂ. ഞാൻ ഇളനീര് വെട്ടി കുടിക്കാറുള്ളതാണ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്ന ഞാൻ സമ്മതിക്കില്ല. ഇളനീർ നോക്കട്ടെ. ഇളനീരുണ്ടായിരുന്നോ? ഇളനീരല്ലേ, പക്ഷേ ഇളനീരാണ്. നമ്മള് പാടത്തേക്ക് ഇളനീരാണ്. ഇച്ചിരി കുടിച്ച് നോക്കും. ഞങ്ങൾ നാച്ചുറൽ എടുത്തണ്ട ഇളനീരുതാ. ഇതുപോലെ നാച്ചുറലായി കുടിക്കുന്ന ആളുകളാ അല്ലേ? ആ രുചിയല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം തോറ്റതല്ല. പക്ഷെ എന്തായാലും 6 5 കറക്റ്റ് ആക്കി. അതെ, 6 കറക്റ്റാണ്. എന്നെ തോൽപ്പിച്ചാണ്. ഇത് എന്നെ തോൽപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇത്രയധികം ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ആൾക്ക് ഇത് വളരെ ഈസിയാണ്. ആൻഡ് എല്ലാ രുചികളും അറിയുന്ന ഒരാളാണ്. അപ്പൊ ആദ്യത്തെ ഗെയിം സക്സസ്ഫുള്ളി. താങ്ക് യു വെരി മച്ച്. സോ അടുത്ത ഒരു ഗെയിമിലേക്ക് പോയാൽ വെറും ഗെയിം മാത്രമേ ഉള്ളൂ. സമ്മാനം ഉണ്ടോ? അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോരാ. ഞങ്ങൾ 5 ബൗൾസിൽ 5 പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്മെല് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് പറയാം. ഈസിയാണ് ഗെയിം. ഓക്കെ, ചേട്ടൻ കൊണ്ട് പറ്റും. നിസാരം, എനിക്ക് ഇപ്പം മനസ്സിലായത് എന്തായാലും പറ്റുന്നു. അപ്പൊ ആദ്യത്തെ കൈ എടുത്തു കൊടുക്കണം. ഞാൻ ആദ്യം ഒരു പ്രത്യേക മണമുള്ള സാധനം മണമുണ്ടാ മണക്കുന്ന തൈര്. കറക്റ്റ് അല്ല, ഇത് പാല് കൊണ്ടുണ്ടാക്കിയ സാധനം. തെറ്റുത്തരം നമുക്ക്. അടുത്ത രണ്ടാമത്തെ സാധനം. ഇത് ലാസ്റ്റ്. ഇത് 2 പേർക്കുള്ളതാണ്. ആണോ? ശേ, അപ്പൊ ഇത് മണക്കണം കേട്ടാ. നീ എവിടെ വെച്ചാ? വെച്ചിട്ട് മണക്കണം. മണമുള്ള സാധനമാണ്. കാറ്റ് ഇങ്ങനെ വന്നോണ്ട് അങ്ങോട്ട് പോണു, ഇങ്ങോട്ട് വരുന്നില്ല. മണം ഞാനൊരു സംഭവം ചെയ്തു കേട്ടാ. ഇനി മണം ഉണ്ടാവും. സ്മെല്ലുണ്ട്.
ഈ മണം നല്ല മണമുള്ള. നല്ല മണം, നീ കേട്ട മണോ? ആ ഒന്നും കൂടെ. ഒന്നും കൂടി മണത്തോ. എന്താണ് ആ ഓർമ്മകളിലേക്ക് പോകും. കഴിഞ്ഞു, ഇനി മണപ്പിക്കില്ല. കഴിഞ്ഞാ? മൂന്നാണ് ആൻസർ. അതെ, ആൻസർ പറഞ്ഞു കറക്റ്റ്. അതെ. ടിക് ടിക് 1. പടവളം. അല്ല. അല്ല. പാവയ്ക്ക. അല്ല. അല്ല. ഈ മണം നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അതിരിക്കട്ടെ, അത് പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, അടുത്തത്. ഞാൻ അടുത്തത് ഉണക്കമീന്. മനസ്സിലായിരിക്കുന്നു. ഇനി ഒന്നും കൂടി ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്. റെഡി? അച്ചാറ്. അത് അങ്ങ് ദൂരെ കൊണ്ടുവരുമ്പോഴേ അച്ചാറുണ്ടോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരി, അടുത്തത്. ഓക്കെ, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇത് 2 പേരും സ്പെൽ ചെയ്യണം. ഓക്കെ, 2 പേരും ഓരോന്നെടുത്തോളൂ, പെട്ടെന്ന് എടുത്തോളൂ. ഒറ്റ മണം. വിക്സ്. യൂക്കാലിപ്സ് അല്ലേ? ഒന്നും കൂടി വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. അതല്ല. ഇത് ഭയങ്കര കാരമുള്ളത്. എങ്ങനെയുണ്ട്? എന്തോ തൈലമാണ്. അതന്നെ. എന്ത് തൈലാണ്? അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തൈലമില്ലേ? ഈ മണം നമ്മൾ കിട്ടിയിട്ടുണ്ട്. യൂക്കാലിപ്സ് പോലെ ഒരു തൈലം അല്ലേ? റൈറ്റ്. വേണമെങ്കിൽ ഒന്നും കൂടെ ചിലപ്പോ പറ്റും. അല്ലല്ല, ഇന്ന തൈലമാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ തൈലങ്ങൾ ഉപയോഗിക്കാറില്ല. പക്ഷെ യൂക്കാലിപ്സ് പോലെ ഒരു തൈലമാണ്. ഭയങ്കര ഗന്ധം. ഞാൻ ഇതിന്റെ മണം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള. ഞാൻ മറ്റേ മണത്ത് നോക്കിയിട്ടില്ല. മണത്ത് നോക്കിയിട്ടുള്ളതാണ്, പക്ഷെ അതിന്റെ പേര് ഓർമ്മയില്ല. ഓക്കെ, പേര് കാട്ടുള്ളി തൈലം. അതാണ് ഇത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി. ഇത് നമുക്ക് ജലദോഷം, കഫം അല്ലേ? നമുക്ക് കൊണ്ടുവന്നൊക്കെ ഇക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എന്റർടൈൻമെന്റ് എടുക്കുന്ന എനിക്ക് വലിച്ചോ. ഇത് ശരിക്കും ഇങ്ങനെ ഞരമ്പുകളിലൂടെ പോകും. അതെ.